ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കഫർന്നഹൂമിലെത്തിയ ഏതാനും പേർ യേശുവിനോട് ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഒരിക്കൽ നല്ലവനായ നിയമജ്ഞൻ ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണം? ഇവരെക്കുറിച്ചാകും യേശു പറഞ്ഞത്, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ജീവനിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ മറുപടി. അറിയാവുന്ന ദൈവിക നിയമങ്ങളെല്ലാം അനുസരിച്ചിട്ടും ആത്മാവിൽ സംതൃപ്തി അനുഭവപ്പെടാത്തതുകൊണ്ടാണ് ആ യുവാവ് യേശുവിനെ സമീപിച്ചത്. അതുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഏതു നിയമങ്ങൾ എന്നായി അയാൾ. കൊലയും വ്യഭിചാരവും മോഷണവും കള്ളസാക്ഷിയും അരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം യേശു വ്യക്തമാക്കി. ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന യുവാവിനറിയേണ്ടത് ഇതിനു മുകളിലായി വല്ലതുമുണ്ടോ എന്നാണ്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥതയുടെ ആഴം യേശു മനസ്സിലാക്കുന്നത്. യേശു പറഞ്ഞു, പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ സമ്പത്ത് ത്യജിച്ച് എന്നെ അനുഗമിക്കുക. ഈ വഴി അല്പം കടുത്തതു തന്നെ. എല്ലാവർക്കുമുള്ള വഴിയല്ല ഇത്. ലോകസുഖങ്ങളിൽ നിന്നും മുക്തി നേടുന്നവനെ ദൈവവുമായി പൂർണ്ണ ഐക്യത്തിൽ എത്താനാകൂ. തന്നെ സമീപിച്ച എല്ലാവരോടും യേശു ഈ കാര്യം ആവശ്യപ്പെടുന്നതുമില്ല. ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അയാൾക്ക് വളരെ സമ്പത്തുണ്ടായിരുന്നു. സമ്പത്തിലായിരുന്നു അയാളുടെ ഹൃദയം. ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാൻ അയാൾക്കെന്നല്ല ആർക്കും കഴിയില്ലല്ലോ. ദൈവിക നിറവിൽ നിന്നും അവനെ അകറ്റിയത് ധനമാണ്. നമുക്കും അങ്ങനെയാവാം. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ദാഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം, ശാരീരിക സുഖങ്ങൾക്കായുള്ള ദാഹം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകാം. മറ്റൊന്നിനോടും ഒട്ടിച്ചേരാത്ത മനസ്സ്, ആരുമായും പങ്കുവെക്കാത്ത മനസ്സ്. അത്തരം മനസ്സിനെ ക്രിസ്തുവിനോളം വളരാനും ഉയരാനും കഴിയും. ആ നിറവ് യേശുവിനെ അനുഗമിക്കുന്നതിന് വഴിയൊരുക്കുന്നു. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.